അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലക്ഷദ്വീപ് ട്രാവൽ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ അഗത്തി എയർപോർട്ടിൽ എത്തിയിട്ടുള്ള മുതലുള്ള സീനുകളാണ് കാണിക്കണത്. അതിന് മുന്നേ കൊച്ചി എയർപോർട്ടിൽ നിന്ന് പോണതൊന്നും എടുത്തിട്ടില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അതുകൊണ്ടാണ് കൊച്ചി ടു ലക്ഷദ്വീപ് ട്രാവൽ ചെയ്യാൻ വേണ്ടി അലയൻസ് എയറിൻ്റെ ചെറിയൊരു ഫ്ലൈറ്റ്, ഒരു 50 സീറ്റുള്ളൊരു ഫ്ലൈറ്റാണ് ആകെ ഉള്ളത്. ഇപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് അഗത്തി എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഡ്രൈവർ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്തു. ഞങ്ങൾ നേരെ ഇനി റൂമിലേക്കാണ് പോണത്. എന്നിട്ട് ഫ്രഷ് ആയിട്ട് വേണം ഇനി ബാക്കി കറക്കത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡും ബീച്ച്, നടുക്കിക്കൂടെ റോഡ്, ഫുള്ള് തെങ്ങ്, അത് നല്ല വെറൈറ്റി പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയാണ് വ്യൂ കാണാൻ. റോഡ് അതിൻ്റെ നടുക്കിക്കൂടെ നല്ല രസം കേട്ടോ. ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പ്രസ്ഡായി. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം. ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ, അത്ര അടുത്താണ്. നല്ല ഹോം സ്റ്റേ ആണ്. ചെന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഫ്രഷായി. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും അവിടുത്തെ സ്റ്റാഫാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള സൈറ്റ് സീയിങ് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഡ്രൈവർ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് അഗത്തി മ്യൂസിയത്തിലേക്കാണ്. അഗത്തി ഐലൻഡിൽ ആകെ ഉള്ളൊരു മ്യൂസിയമാണ്. അവിടുത്തെ പുരാവസ്തു മ്യൂസിയമാണ്. അവിടുത്തെ പഴയകാല ചരിത്രവും അവിടുത്തെ പഴയ കാലത്തുണ്ടായിരുന്ന ഓരോ സാധനങ്ങൾ അവിടെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടു. പിന്നെ ഇതൊരു വലിയ മ്യൂസിയം ഒന്നല്ല കേട്ടോ, ചെറിയൊരു മ്യൂസിയമാണ്. 2 നിലകളിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യണത്. ചെറിയൊരു മ്യൂസിയം, നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ചെറിയൊരു മ്യൂസിയമാണ്.
മ്യൂസിയത്തിലെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പോയത് കപ്പൽ വരുന്ന സ്ഥലത്തേക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്നൊക്കെ കപ്പൽ വന്ന് ഡോക്ക് ചെയ്യണ സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും സെയിം വണ്ടിയിൽ തന്നെയാട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ കടലിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ ലെവലാട്ടാ. ഇത് കാണണമെങ്കിൽ നമ്മൾ ഇവിടെയോ മാൽഡീവ്സിലൊക്കെ തന്നെ പോകണം. എന്തൊരു രസമാണെന്ന് നോക്കിയാൽ കടലിൻ്റെ നീല കളറ്. അപ്പോൾ ഇവിടെയാണ് കപ്പലൊക്കെ വന്ന് ഡോക്ക് ചെയ്യണത്. ഇപ്പോൾ ഏതൊക്കെയോ ചെറിയ ചെറിയ കപ്പലുകൾ വന്ന് അതിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, പെട്രോളും ഡീസലൊക്കെ ബാരലിൽ വന്നിരിക്കുന്നതാണ് ആ കണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ സാധനങ്ങൾ വരുന്നത്. ചരക്കുകളും എല്ലാം കൊച്ചിയിൽ നിന്നാണ് ഇവർക്ക് മെയിനായിട്ട് ഇവിടെ എല്ലാം എത്തണത് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ പാലത്തുമ്മേക്കടെ ഒന്ന് നടക്കാം, ആ കടലൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടിക്കാരനോട് ഞങ്ങൾ പാലത്തിൻ്റെ എൻഡിലേക്ക് വരാമെന്ന് വെച്ചിട്ട് ആ കടൽ ആസ്വദിച്ച് ഞങ്ങൾ രണ്ടുപേരും നടന്നു കേട്ടോ. എന്തൊരു രസമാണെന്നറിയാം കടലിൻ്റെ നടുക്ക് ഇവിടെ പാലത്തുമ്മേക്കടെ അങ്ങനെ. അവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി. അടുത്തത് ഞങ്ങൾ ലക്ഷ്യമാക്കി പോകണമെന്ന് പറഞ്ഞാൽ ലഗൂൺ ബീച്ചാണ്. അപ്പോൾ അവിടെയാണ് ഈ ദിവസത്തെ അവസാനത്തെ ഞങ്ങളുടെ ലൊക്കേഷൻ. അവിടുത്തെ സൺസെറ്റും കണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് പിരിയാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ലഗൂൺ ബീച്ച്. അപ്പോൾ ആൾക്കാർ മെയിനായിട്ട് ഇവിടെ സൺസെറ്റ് ആസ്വദിക്കാനും കോഫി കുടിക്കാനും ഇവിടെ കുറേ കഫേസൊക്കെ ഉണ്ട് കേട്ടോ. കോഫി കുടിക്കാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ വരണത്. പിന്നെ ഇവിടുത്തെ പിള്ളേരൊക്കെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണൽ തീരത്ത് ഫുട്ബോൾ കളിക്കുക, വോളിബോൾ കളിക്കുക, അതൊക്കെയാണ് ഇവരുടെ മെയിൻ വിനോദം. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് നടക്കാനുള്ള സ്ഥലമോ സൗകര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ. പിന്നെ ഇവിടുത്തെ വീട്ടമ്മമാരാണെങ്കിലും വൈകുന്നേരം നേരത്ത് ബീച്ചിൻ്റെ സൈഡിൽ വന്നിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുക, അതൊക്കെയാണ് ഇവിടുത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. Get on my head.
അപ്പോൾ സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങളൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു അവിടുത്തെ ചെറിയൊരു കഫേയിൽ കയറി. ഇതവിടുത്തെ ചെറിയൊരു കഫേയാണ്. ഞങ്ങളൊരു ഷവർമയും 2 കോഫി ഓർഡർ ചെയ്തു, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ പരിപാടികൾ തീർന്നു. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അപ്പം ഞങ്ങൾ റൂമിലെത്തിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ ഹോം സ്റ്റേയിലെ ചേട്ടൻ വന്ന് ഞങ്ങളെ വിളിച്ചത്. അവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒരു ഗ്രൂപ്പിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കാണാനൊക്കെ സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അവരുടെ നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാം കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഞങ്ങളതിൽ കാണാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാംസ് ആട്ടോ. ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ കാണാം കേട്ടോ. ചെറുപ്പത്തിലല്ലേ എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി, അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. കുഞ്ഞുനാളും ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി, എന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. Chalo
അപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്ന കുറേ റിട്ടയേർഡ് ബാങ്കേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാട്ടോ ഇവർ. ഇപ്പോൾ ഇവർക്ക് വേണ്ടിയാണ് ഈ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഇവിടെ നടത്തിയത്. അപ്പോൾ ഞങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളൂ. ഞങ്ങളെ അവരുടെ കൂടെ പങ്കെടുപ്പിച്ച് അവരിൽ ഒരാളായിട്ട് ഞങ്ങളെ കണ്ട് ഞങ്ങൾ അടിപൊളിയാക്കി ആ നൈറ്റ് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഡേ 1 കാഴ്ചകൾ. ഇനി അടുത്ത വീഡിയോ ഡേ 2 അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യണമായിരിക്കും കേട്ടോ. ഓടിനായ